ഹലോ ഗൈസ്, വെൽക്കം ടു സയൻസാമിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലൂറോസൻ ട്യൂബ് ലൈറ്റിന് വേറൊരു ഉപയോഗം കണ്ടെത്തു കേട്ടോ. ഫ്ലൂറോസൻ ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വലിയ ട്യൂബ്, ചോക്കൊക്കെ ഉള്ള വലിയ ട്യൂബില്ലേ, ആ ട്യൂബ്. അപ്പോൾ ഇത് കണ്ടല്ലേ, ഇതിപ്പോൾ അതുപോലൊരു ട്യൂബായിരുന്നേ. ആ ട്യൂബിനകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ട് സീൽ ചെയ്തേക്കുക. ഈ ബബിൾ ഇങ്ങനെ ഓടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 2-3 കളർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം വലുതായിട്ട് തന്നെ ഫുൾ ട്യൂബിൻ്റെ സൈസിൽ കണ്ടോ. ഇത് ഫുള്ള് കാണണമെങ്കിൽ കണ്ടല്ലേ, ഇതൊരു ഫുള്ള് ട്യൂബ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു യെല്ലോ കളറ് ഒരു ചെറിയ ട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ 2-3 ട്യൂബ്, മീൻസ് 2 ചെറുത് ഒരു വലുത്. ആക്ച്വലി വലിയതായിരുന്നു, എല്ലാം പൊട്ടിപ്പോയതാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു 2-3 ട്യൂബ് ഇങ്ങനെ സീൽ ചെയ്ത് ഇതിനകത്ത് വെള്ളം നിറച്ച് എന്നിട്ട് അത് തിരിച്ച് മേളുഭാഗം റീസീൽ ചെയ്ത് ഗ്ലാസ് കൊണ്ട് തന്നെയാണ് നമ്മൾ സീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ജസ്റ്റ് ഈ മേളിൽ ഞാനിപ്പോൾ പ്ലാസ്റ്റർ പാരീസ് കൊണ്ട് ചെറിയൊരു ക്രൗൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ള ഉദ്ദേശം എന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ സീൽ ചെയ്ത ഭാഗം എങ്ങനെ തട്ടിയാൽ പൊട്ടാണ്ടിരിക്കാൻ, ആ ഭാഗമായിരിക്കും നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്ന് അങ്ങനെ പൊട്ടാണ്ടിരിക്കാനാണ്. ഈ സൈഡ് ഭാഗത്ത് അങ്ങനെ തട്ടിയാൽ പെട്ടെന്ന് പൊട്ടുക എന്നാണ് തോന്നുന്നത്. എന്തായാലും ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനമാണ്, പക്ഷേ എങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള സാധനമാണ് അല്ലേ. ഈ ബബിൾ ഇങ്ങനെ പോകുന്നതായിട്ടൊരു സ്പെഷ്യൽ ഭംഗിയുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഒരു 5 സെക്കൻഡ് എടുക്കും ഈ വലിയ ട്യൂബിനകത്ത് ഈ ബബിൾ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ, താഴെ നിന്ന് മേലോട്ട് കയറി പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ട്യൂബ് ലൈറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് സീൽ ചെയ്യാൻ പോകുന്നതാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള എന്താണ് ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഉപയോഗമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി നമുക്ക് ഇതിനകത്ത് അടിയിൽ ലൈറ്റിൻ്റെ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിതേലെ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ കുറച്ച് വയറുകൾ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഈ വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം നമ്മൾ ഓരോ LED വെച്ചിട്ടുണ്ട്. ഒന്നല്ല, ഒരു 3 LED വീതം ഞാൻ ഈ ഓരോന്നിനകത്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഫുൾ ലൈറ്റ് തെളിയുന്ന ഒരു സംഗതിയായിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു. എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സാധനം. അപ്പോൾ ഈ ഒരു ട്യൂബ് ലൈറ്റ് ഇങ്ങനെ സീൽ ചെയ്തെടുക്കാമെന്ന് ഞാനും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സംഗതി വേണമെങ്കിൽ ഇങ്ങനെ ആർട്ടിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഉള്ളവർക്ക് ഈ ഒരു സാധനം ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ട്യൂബ് ലൈറ്റ് റീസീൽ ചെയ്ത്, മീൻസ് ട്യൂബ് ലൈറ്റ് പൊട്ടിച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഗ്ലാസ് കൊണ്ട് തന്നെ ഹീറ്റ് ചെയ്ത് സീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വർക്കിലോട്ട് കിടക്കാം.
അപ്പോൾ ഞാനിവിടെ വെള്ളം നിറച്ച് ട്യൂബ് നേരില്ലേ ഒരു 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തൊരു ബബിൾ പോകുന്ന കാണാനായിട്ട് സ്പെഷ്യൽ ഭംഗിയുണ്ട്. ബബിൾ പോകുന്നുണ്ടോ? ബബിൾ ഇങ്ങനെ ബബിൾ പോകും, കണ്ടില്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയാണ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ലൈറ്റ് കൊടുത്ത് നോക്കാം. ലൈറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ സംഗതി എന്ന് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു ചെറിയൊരെണ്ണം ഒരു ബ്ലൂ കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓണാക്കിയാൽ ഇങ്ങനെ ഇരിക്കും, കണ്ടല്ലേ? എങ്ങനെയുണ്ട്? കിട്ടുന്ന സാധനമല്ലേ? എനിക്ക് തോന്നുന്നു ഈ ബ്ലൂ കളർ പിഗ്മെന്റിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു തോന്നുന്നു. ഇത് ചെറിയൊരു ഫ്ലൂറോസെൻസ് തരുന്ന പോലെ ഈ വെള്ളം മൊത്തത്തിൽ തിളങ്ങുന്നുണ്ട് കേട്ടോ. കണ്ടേ? ഇപ്പോൾ ഈ റൂം ഫുള്ള് ഇലുമിനേറ്റ് ചെയ്യാനായിട്ട് മാത്രം വെട്ടം വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഇപ്പോൾ ക്യാമറയിൽ അത്ര കിട്ടുന്നില്ല. ഇതിൻ്റെ ഇവിടെ ആട്ടോ LED കണ്ടോ, അടിഭാഗത്ത് LED. ഇപ്പോൾ ഇതിൻ്റെ മേൾഭാഗത്തോട്ട് ഇത്രയും ഭാഗത്തോട്ട് വെട്ടം വരുന്നില്ല. പക്ഷേ ഇത് നോക്ക്, ഇതിൻ്റെ അടിഭാഗത്തൊരു ബ്ലൂ കളർ കണ്ടോ? ഇതിൻ്റെ അടിഭാഗത്തൊരു ബ്ലൂ കളർ ഇവിടെ വരുന്നുണ്ട്. ഇതെന്ത് ബ്ലൂ കളർ വരുന്നത്? എനിക്ക് തോന്നുന്നു ആ ലൈറ്റിനകത്ത് UV ലൈറ്റാണെന്ന് തോന്നുന്നു ഇങ്ങനെ വരുന്നത്. ഓക്കെ അപ്പോൾ പർപ്പിൾ കളറ് ഇങ്ങനെയാണ്. പർപ്പിളിന് ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഗ്രേഡിയൻ്റ് വരുന്നുണ്ട്. ഇവിടുന്ന് വൈറ്റ്, വയലറ്റ്, പിന്നെ ഡാർക്ക് ബ്ലൂ അങ്ങനെയാണ് വരുന്നത്. ഇച്ചിരി ലൂസ് കോണ്ടാക്ട് ഉണ്ടെന്ന് തോന്നുന്നു, മിന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെട്ടമുണ്ട്. ഇങ്ങോട്ട് മേൾഭാഗത്തോട്ട് ഇങ്ങനെ വെട്ടം വരുന്നുമില്ല. ഇതിനും അതുപോലെ തന്നെ മേളിൽ ബ്ലൂ കളർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റെഡ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട, ഇത് ഇങ്ങനെയാണ് കേട്ടോ ലൈറ്റ് വരുന്നത്. നല്ല റെഡ് കളർ ഉണ്ട് കേട്ടോ. നല്ല റെഡ് കളറുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ്. പക്ഷേങ്കിൽ ഫുള്ള് യൂട്ടിലൈസ് ആകുന്നില്ല. ഫുൾ മേ ബി ചിലപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വെച്ചാൽ വരുമായിരിക്കും. ഞാനിപ്പോൾ ഒരു 3 LED വൈറ്റ് കളർ LED ലൈറ്റാണ് വെച്ചേക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലൈറ്റ് കൊടുത്ത് നോക്കി. ലൈറ്റ് കൊടുത്തപ്പോഴത്തേക്കും ആക്ച്വലി ഇത്രയും നീളത്തിൻ്റെ ഒരു ഉപകാരം ഇതിനുണ്ടായില്ല. ഇത്രയും നീളത്തിൽ ലൈറ്റ് കത്തുമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ആയിപ്പോയി. ഇടയ്ക്ക് ഭാഗം വെച്ച് കുറച്ച് നീളം, ഒരടി വരെ മാക്സിമം ഒരു 3 LED കൊണ്ടിട്ട് നമുക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പവർ കൂടി LED കൊണ്ട് ലൈറ്റ് ചെയ്യുവാണെങ്കിൽ അടിഭാഗം കുറേ വെള്ളമായി പോവും. ബാക്കി മുകളിലോട്ട് നമുക്ക് മുകളിലോട്ട് വരെ കളർ കിട്ടും. പക്ഷേ എങ്കിൽ അടിഭാഗം ഫുള്ള് കുറച്ച് ഭാഗം ഫുള്ള് വൈറ്റ് ആയി പോയി LED ബ്രൈറ്റ്നസ് കാരണം. അപ്പോൾ എനിക്കൊന്നും അത് അത്ര സെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്നെ വിചാരിക്കുന്നത് വെച്ചാൽ ഈ സാധനം നമുക്ക് ഒന്നുകൂടെ പൊട്ടിച്ചിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് മേ ബി UV ലൈറ്റ് അടിച്ചാൽ തിളങ്ങുന്ന കൂട്ടും. നമ്മുടെ സ്കെച്ച് പെന്നിനകത്തുള്ള ഫ്ലൂറോസെൻ്റ് ഗ്രീൻ കളറൊക്കെ UV ലൈറ്റ് അടിച്ചാൽ ഇലുമിനേറ്റ് ആകും, മീൻസ് തിളങ്ങുന്ന. അപ്പോൾ അങ്ങനത്തേതാണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അറിയത്തില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് ചെറുതാക്കാമെന്ന് തോന്നുന്നേ അല്ലേ? ഓക്കെ, സംഗതി എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ? ഇല്ല, ജസ്റ്റ് ചുമ്മാ തട്ടിയൊന്നും പൊട്ടത്തില്ല, നല്ല ബലമുണ്ട്. ആഹാ, ഇത്രയും കട്ടിയുണ്ടല്ലേ? അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഈ ടോപ്പ് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത്രയും ഭാഗത്ത് വെള്ളം പറ്റിയിരിപ്പുണ്ടെങ്കിൽ അത് നമ്മൾ സീൽ ചെയ്യുമ്പോഴത്തേക്ക് വാട്ടർ വേപ്പറായിട്ട് വരും, അപ്പോൾ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ഇത്രയും ഭാഗത്ത് ഇതിൻ്റെ സർഫസിൽ വെള്ളമൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കണം. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കൂളാകണം. അപ്പോൾ ഇതിൽ ഞാൻ ഫ്ലൂറോസെൻ്റ് ഓറഞ്ച് കളർ ഫില്ല് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഗ്രീൻ കളർ ഒരെണ്ണം ഇവിടെ സീൽ ചെയ്യാൻ പോകും. അപ്പോൾ സീൽ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ചെറിയ ബ്ലോ ടോർച്ചാണ്. അപ്പോൾ കാരണം നമുക്കൊരു പോയിന്റ് മാത്രമായിട്ട് നമുക്ക് ചൂടാക്കാൻ പറ്റും. നമുക്ക് ചെറിയ ബ്ലോ ടോർച്ച് വെച്ചാണ് ഞാൻ സീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സീൽ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇതിനെ തണുക്കാനായിട്ട് ജസ്റ്റ് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം നമുക്ക്. ബ്ലൂ ഇത്രയും ബ്രൈറ്റ് ആയിട്ടാണ് കത്തുന്നത്, ഉണ്ടേ? അപ്പോൾ ഗ്രീൻ കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുന്നുണ്ട്.
ഇതാണ് ഓറഞ്ച് ഓണാക്കിയാലുള്ള കളർ. ഇതും അത്യാവശ്യം കൈയൊക്കെ നല്ല ഇതായിട്ട് കാണാം കേട്ടോ. അപ്പം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഈ ബ്ലൂ കളർ കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു ടേബിൾ ലാമ്പ് പോലെ സെറ്റ് ചെയ്തെടുത്തത്. ഇതിനടിയിൽ ബാറ്ററിയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഔട്ട്ഡോർ നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ കത്തുന്ന കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും വെട്ടം കാണാം അല്ലേ, അല്ലേ. അപ്പോൾ ഈ ട്യൂബ് ലൈറ്റിൻ്റെ ഗ്ലാസ് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് സീൽ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ഐഡിയ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും തോന്നിയതാണ് ഇത് ഇങ്ങനെ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലും നല്ല സൂപ്പറായിട്ടുള്ള ഐഡിയാസ് വന്നേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റേ ക്യൂരിയസ് ആൻഡ് സ്റ്റേ ക്രിയേറ്റീവ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ അടിപൊളിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ആ ഒന്ന് പ്രാക്ടീസ് ആയിട്ട് എടുത്ത ട്രയൽസാണ് ഈ കാണുന്നത്. ഓക്കെ.